ആധാർ കാർഡിന് ശേഷം മറ്റൊരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ആധാർ കാർഡ് എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഇന്ത്യയിൽ അവരുടെ കൃത്യമായിട്ടുള്ള KYC ഡീറ്റെയിൽസ് എടുക്കാനുള്ള ഒരു മാർഗ്ഗമായി, കൃത്യമായി ബാങ്ക് ഡീറ്റെയിൽസുമായി ബന്ധിപ്പിച്ച് സകലതുമായി ബന്ധിപ്പിച്ച് എല്ലാത്തിനും ഒരു ഓർഡർ കൊണ്ടുവരാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ നമ്മുടെ വീടുകൾക്കും ആധാർ കാർഡുകൾ വരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഡിജിറ്റൽ ID എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് വീടുകൾക്ക് വരുന്ന ഈ ഡിജിറ്റൽ ID രാജ്യത്ത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് വീടുകൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ ID കൊണ്ടുവരാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാരെ അടക്കം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയൊരു തീരുമാനമാണ്, ഒരു വമ്പൻ തീരുമാനമാണ്. ഒരു രാജ്യത്ത് അവിടുത്തെ ഗവൺമെൻറ് നടപ്പാക്കേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്നാണിത്. അതിർത്തി സുരക്ഷിതമാക്കുക, അത് കഴിഞ്ഞ് രാജ്യത്തിനകത്തെ ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രാഥമികമായിട്ടുള്ള കടമയെന്ന് പറയുന്നത്. 60 കൊല്ലം മുമ്പേ ചെയ്യേണ്ട കാര്യമാണ് കോൺഗ്രസ് സർക്കാർ, എന്നാൽ ഇപ്പോൾ ഇത് ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് എനിക്ക് ഒരു വീടുണ്ട്, എനിക്ക് രണ്ടാമതും ഒരു വീടുണ്ടെങ്കിൽ ആ വീടും ഈ വീടിനും ഒരു ID ആയിരിക്കില്ല, 2 ID ആയിരിക്കും. ഇത് പല തരത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിന് ഇത് ഉപകാരപ്പെടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടാക്സ് വെട്ടിക്കുന്നവർക്ക് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും, ഇൻഫിൽട്രേറ്റേഴ്സിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും, ടെററിസ്റ്റുകൾക്ക് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെ സുഖകരവുമായിരിക്കും ഈ തീരുമാനം എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും തിരിച്ചറിയൽ കാർഡിന് ആധാരം ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്ക് UPI അവതരിപ്പിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ഒരു പുതിയ ചുവടുവയ്പ് ആസൂത്രണം ചെയ്യുന്നത്. എല്ലാ വിലാസത്തിനും ഒരു ഡിജിറ്റൽ ID ഇത് വീടുകളിലും സ്ഥലങ്ങളിലും കൂടുതൽ കൃത്യമായും വേഗത്തിലും കണ്ടെത്താൻ സഹായിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സർക്കാർ സേവനങ്ങളോ പാക്കേജുകളോ നൽകുമ്പോൾ ഈ വീടുകളെല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്ന് 18 ലക്ഷം റേഷൻ കാർഡുകളാണ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. ഈ 18 ലക്ഷം റേഷൻ കാർഡുകളും അനധികൃതമായി ഓൺ ചെയ്തിരുന്നതാണ്. അതിൽ പലതും ബംഗ്ലാദേശികളും ഇല്ലീഗൽ ഇമിഗ്രൻസും റോഹിംഗ്യൻ മുസ്ലിംസുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ ഡിജിറ്റൽ ID വീടുകൾക്കുള്ളത് ഉപകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മാട്രിക്സിന് കീഴിൽ വിലാസങ്ങൾ കൊണ്ടുവരാനാണ് കേന്ദ്രം ഇപ്പോൾ ആലോചിക്കുന്നത്. നിലവിൽ രാജ്യത്ത് വിലാസ വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ശരിയായിട്ടുള്ള സംവിധാനവും നിയമമോ ഇല്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ളൊരു വിഷയമാണ്. പല കമ്പനികളും ആളുകളുടെ വിലാസ ഡാറ്റ ശേഖരിക്കുകയും ആവശ്യപ്പെടാതെ തന്നെ ഇത് കൈമാറുകയും ചെയ്യുന്നു. ഇത് നിർത്താൻ ആളുകളുടെ കൃത്യമായ സമ്മതത്തിന് ശേഷം മാത്രമേ അവരുടെ വിലാസ വിവരങ്ങൾ പങ്കിടുകയുള്ളൂ എന്ന് ഉറപ്പാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ വീടുകളുടെ ഡാറ്റയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ അറിയാതെ പല ആൾക്കാരും എടുത്തുകൊണ്ട് പോവുകയും അവർ അത് മറിച്ച് വിൽക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇത് ചിലപ്പോൾ ടെററിസ്റ്റുകളുടെ കയ്യിലേക്കായിരിക്കാം എത്തുന്നത്, ഇപ്പോൾ ചിലപ്പോൾ ഭൂമാഫിയയുടെ കയ്യിലേക്കായിരിക്കാം എത്തുന്നത്, മരുന്ന് മാഫിയയുടെ കയ്യിലേക്കായിരിക്കും എത്തുന്നത്. എന്തായാലും ഇനി അങ്ങനെ നടക്കില്ല. നമ്മുടെ ഒരു സമ്മതമില്ലാതെ ഈ ഡിജിറ്റൽ ID ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കൊണ്ടുപോകാനായി സാധിക്കില്ല, നമ്മുടെ ഡാറ്റ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആശയം. ഓൺലൈൻ ഷോപ്പിംഗ്, കൊറിയർ സേവനങ്ങൾ, ഭക്ഷണ വിതരണങ്ങൾ എന്നിവ കുതിച്ചു വരുന്നതോടെ ശരിയായ വിലാസ വിവരങ്ങൾ വളരെ പ്രാധാന്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. എന്നാൽ പല ഇന്ത്യൻ വിലാസങ്ങളും വ്യക്തതയില്ലാത്തതോ അപൂർണമായതോ ആയ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പലപ്പോഴും സമീപത്തുള്ള ലാൻഡ്മാർക്കുകളോ നിലവാരമില്ലാത്ത ഫോർമാറ്റുകളോ ഉപയോഗിക്കുന്നു. ഇത് ആശയക്കുഴപ്പത്തിനും കാലതാമസത്തിനും കാരണമാക്കുന്നു. പഠനങ്ങൾ കാണിക്കുന്നത് അത്തരം മോശം വിലാസ സംവിധാനങ്ങൾ രാജ്യത്തിന് പ്രതിവർഷം $10 മുതൽ $14 ബില്യൺ ചിലവഴിക്കപ്പെടുന്നു അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇന്ത്യയുടെ GDPയുടെ 0.5% അതിനുവേണ്ടി ചിലവഴിക്കപ്പെടുന്നു. ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം എന്ന പേരിൽ ഒരു പുതിയ ചട്ടക്കൂട് തയ്യാറാക്കിക്കൊണ്ടുവരുമ്പോൾ വിലാസങ്ങൾ സുരക്ഷിതമായി എഴുതുന്നിടത്തും പങ്കിടുന്നിടത്തും ഇതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് വിലാസങ്ങൾ സുരക്ഷിതമായ രീതിയിൽ ആക്സസ് ചെയ്യാൻ ഇത് അനുവദിക്കും. പക്ഷേ വ്യക്തിയുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കും ഇത് സംഭവിക്കുക എന്നുള്ളതാണ്. ഈ സംവിധാനം തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുക്കുകയും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി പദ്ധതിയുടെ കരട് പതിപ്പ് ഉടൻ പങ്കുവയ്ക്കുമെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഒരു DigiPin അടക്കം ഇതിൽ കാണുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.